ഹലോ ഗൈസ്, ഞങ്ങളുടെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് അടുത്ത വീഡിയോ? എന്താണ്, ഞങ്ങള് ബ്രസൽസ് പോവാണ്. ബ്രസൽസ് പോകാൻ നമ്മുടെ കൂടെ നാളെയാണ് ബ്രസൽസ് പോകുന്നത്. ഞങ്ങൾ ഇന്ന് നേരെ നമ്മുടെ കൂടെ ഉള്ളത് മാത്തപ്പൻ ഫ്രം ഇടുക്കി, ഋഷി ഫ്രം കോഴിക്കോട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ബ്രസൽസ് അല്ല, ഇന്ന് ഇപ്പൊ യാത്ര ഇപ്പൊ തുടങ്ങി. ഇപ്പൊ ഞങ്ങള് കോബ്ലൻസിൽ നിൽക്കാണ്. ഇവിടുന്ന് ഞങ്ങള് ട്രെയിൻ എടുത്ത് ഞങ്ങൾ ആഹൻ ചെല്ലും. ആഹനിൽ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്നുള്ള ഫ്ലിക്സ് ബസ് എടുത്താണ് നാളെ പോകുന്നത്. അതെ, അതായത് ഇന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റേ ചെയ്യാൻ ആഹൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ബ്രസൽസ്. ഓക്കെ, ഇനി നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ പല ആൾക്കാരും മാത്രമല്ല, അതെ, ഇനിയും കുറച്ച് ആൾക്കാരോട് ജോയിൻ ചെയ്യുന്നു. പല ആൾക്കാരും ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തോട്ട് നമ്മൾ പോകുന്നു. ഓരോരുത്തർ ഇങ്ങനെ ഇത് ചെയ്ത് നമ്മൾ ഫൈനലി എവിടെ എത്തുന്നു? ബെൽജിയം. അത് തന്നെ. ചെറിയൊരു ട്രിപ്പ് ഒന്നുമല്ല, വലിയ ട്രിപ്പാണ്. ബെൽജിയം പോകുന്ന എല്ലാവരും വൺ ഡേ ട്രിപ്പ് തന്നെയാണ് മോസ്റ്റ്ലി പോകുന്നത്. അപ്പോൾ ബാക്കിൽ കൂടി ട്രെയിൻ പോകുന്നു. ഇതാണ് ജർമ്മനിയിലെ ട്രെയിനുകൾ. ലേസോ? നിനക്ക് ലേസ് വേണോ? അങ്ങനെ നമ്മള് വെയിറ്റ് ചെയ്ത് ട്രെയിൻ എത്തി. ഇല്ല, ഇങ്ങോട്ട് വരും. നിഷ്ഠ ആണല്ലോ. ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ ഫോണിൽ നോക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ജർമ്മനി ഇങ്ങനെയാണ്. ജർമ്മനി നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രിപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലത്തെ ആപ്ലിക്കേഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഒരു സ്റ്റേഷനിൽ എത്ര നേരം വെയിറ്റ് ചെയ്യണം, അടുത്ത ട്രെയിൻ വരുന്നുണ്ടോ, ട്രെയിൻ എത്ര ടൈം ഡിലേ ആണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ആപ്പിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ദാഹിക്കുന്നുണ്ട്. എന്തേലും ഉണ്ടോ? വെള്ളം വല്ലതും ഉണ്ടോ കുടിക്കാൻ? വെള്ളം വല്ലതും ഉണ്ടോ? ഇത് ഇത്രയും ബാഗ് ചുമന്നുകൊണ്ട് വന്നേക്കുവാണ് എല്ലാവരും. ആരെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അങ്ങനെ ഞങ്ങള് ബാനോഫിലെത്തിയപ്പോൾ എന്താ, ബസ് കിട്ടാൻ പാട്. അപ്പോൾ നമ്മളെന്താ വിചാരിച്ചോ, നേരെ നമ്മൾ ഈ സ്കൂട്ടർ എടുത്ത് എല്ലാവരും പറപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അത് സോമൻ. ഇവള് ഇതൊക്കെ എന്തുവാന്ന്. അങ്ങനെ ഞങ്ങൾ അവസാനം ഇവിടെ എത്തി. മിനിയും ഇവിടെ കിടന്നുറങ്ങുന്നു. വീടിന്റെ ഓണർ എന്ത് ചെയ്യും? ജസ്റ്റ് അവിടെ ഒന്ന് കാണിക്കട്ടെ. എടി, നീ പാത്രം കഴിക്കൊണ്ടിരിക്കുവായിരുന്നോ? എന്ത് ചെയ്യും? നിനക്ക് സഹായം വല്ലതും വേണോ? കഴിഞ്ഞോ? അപ്പൊ അതാണ് വീടിന്റെ ഓണർ. അപ്പൊ ഇനി നാളെ എത്ര മണിക്ക് എഴുന്നേക്കണം? രാവിലെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഇന്നത്തെ
വളരെ മനോഹരം. DBയുടെ കറക്റ്റ് ടൈമിലുള്ള ട്രെയിൻ ഒക്കെ ആയത് കറക്റ്റ് സമയത്തെത്തി. അതെ, പിന്നെ എഫിഷ്യൻസി, ജർമ്മൻ എഫിഷ്യൻസി. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നത്. അത് വേറെ എഫിഷ്യൻസി. അതെ, ഒരളവായി. അങ്ങനെ ലാസ്റ്റ് ഡേയിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ ഫ്ലിക്സ് ബസ് കയറാൻ പോയി. ഫ്ലിക്സ് ബസ് കയറാൻ പോയപ്പോൾ എൻ്റെ ഈ പാസ്പോർട്ട് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്പോർട്ട് ചെക്കിങ് ചെയ്തിട്ടേ നമ്മളെ ഈ ബസ്സിലേക്ക് ഇവർ കയറ്റത്തുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറൻലി ഉള്ളത് ജർമ്മനിയാണ്, നമ്മൾ പോകുന്നത് വേറൊരു കൺട്രിയാണ്, ബെൽജിയം. അതുകൊണ്ട് തന്നെ ഈ ചെക്കിംഗ് ഒക്കെ ഒട്ടുമിക്ക ഫ്ലിക്സ് ബസ്സുകളിലും ഇങ്ങനെ ആദ്യം ഉള്ളതാണ്. ഇനി നമ്മൾ ഈ പോകുന്ന ഫ്ലിക്സ് ബസ്സിനെ പറ്റി പറയാം. ഈ ഫ്ലിക്സ് ബസ് എന്താണെന്ന് വെച്ചാൽ വളരെ ചീപ്പായിട്ട് ഉള്ളൊരു സർവീസാണ് ഫ്ലിക്സ് ബസ്. നമ്മുടെ യൂറോപ്പിലെല്ലാം അത്യാവശ്യം എല്ലാ കൺട്രീസിലും ഈ ഫ്ലിക്സ് ബസ്സാണ് നമ്മൾ ലോങ് ട്രാവലിനെല്ലാം യൂസ് ചെയ്യുന്നത്. അതിൻ്റെ നല്ല സർവീസാണ് അവരുടെ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഫ്ലിക്സ് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും ഹൈദരാബാദ്, ബാംഗ്ലൂർ ഇങ്ങനെയുള്ള ടോപ്പായിട്ടുള്ള സിറ്റീസിൽ ഓൾറെഡി ഫ്ലിക്സ് ബസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എൻ്റെ വ്ളോഗ് കേട്ട് ഇവിടെ ആൾക്കാരൊക്കെ ചിരിക്കുന്നു. ഒരു ഇന്ത്യക്കാരാണെന്നോ? നിങ്ങൾ ഇന്ത്യക്കാരാണോ? കാനഡ? യു കാനഡ? കണാഡ? അപ്പം അതാണ് ഈ ഫ്ലിക്സ് ബസ്സിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ഇവിടെ വീണ്ടും സൈഡിൽ നിന്നൊക്കെ ചിരിക്കുന്നു. അതൊരു മലയാളിയാന്ന് തോന്നുന്നു. എന്താണ് ഫ്ലിക്സ് ബസ്? ഫ്ലിക്സ് ബസ്സിനെ പറ്റി ഒന്ന് പറയും. വളരെ നല്ലതാണ്. നേരത്തെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഏതാ? ഇത് അവരുടെ ഇതിനെ പറ്റി എന്താ തോന്നുന്നത്? ഈ യാത്രയെ പറ്റി ഒരു പ്രതീക്ഷയില്ലാത്ത. ഓക്കെ, നിന്റെ പ്രതീക്ഷ എന്താ? ആദ്യം വണ്ടി എടുത്തിട്ട് ഞാൻ പറയാം. തിരിച്ചു വരുമ്പോ നീ ഈ ചോദ്യം ചോദിക്കുന്നു. ഓക്കെ. Good morning, passengers. We have coffee €1.50, beer €2, tea €1.50, crackers €1, water €1.50. If anyone wants it, the driver will come by to serve it. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ചായ കൊടുക്കുന്ന അതിനൂതനമായ വിദ്യയുള്ള ഒരു ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പോലെ ചായ ചായ എന്ന് പറഞ്ഞ കാറുന്ന പരിപാടിയൊന്നുമില്ല. കാഫേ ടീ എന്നാണ് പറയാറ്. അത്രേ ഉള്ളൂ. പോകാം. എങ്ങനുണ്ട് ട്രാവൽ? ഋഷി യാത്ര സൂപ്പർ, നല്ല സുഖമായി ഉറങ്ങി. ഓക്കെ, ഉറങ്ങുന്നതിനിടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നീ ഇടയ്ക്ക് ഇറങ്ങിയല്ലേ കുറച്ചു നേരം. അങ്ങനെ നമ്മുടെ ഈ 3 hours ഓൾമോസ്റ്റ് 3 hours ജേണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബെൽജിയം ബ്രസൽസിലെത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെൽജിയം എന്ന് പറയുന്ന കൺട്രി 2 countries ആയിട്ടാണ് മെയിൻലി ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഒന്ന് ജർമ്മനി, മറ്റൊന്ന് ലക്സംബർഗ്. സദേൺ പാർട്ടിലാണ് ലക്സംബർഗ്, ലെഫ്റ്റ് പാർട്ടിൽ ജർമ്മനി. വന്നിറങ്ങിയപ്പോൾ തന്നെയുള്ള വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമാണെന്ന്. അങ്ങനെ നമ്മൾ വന്ന ബസ് ആണ്ടെ ഇപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, അന്തർചുംബികളായ
അതല്ല, നമ്മളിപ്പോൾ പോകുന്ന സ്ഥലപ്പേര് മെയിൻ ഗ്രാൻഡ് പ്ലേസ്. എന്നാണ് ഗ്രാൻഡ് പ്ലേസ്? എന്താന്ന് വെച്ചാൽ സിറ്റി സെൻട്രൽ സ്ക്വയർ ആണ് സംഭവം. അതായത് ജംഗ്ഷൻ, നമ്മുടെ നാട്ടിലെ ഒരു മെയിൻ ജംഗ്ഷൻ പോലെ ബെൽജിയത്തിലെ മെയിൻ ജംഗ്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല രസമുണ്ട് പക്ഷെ കാണാം അല്ലേ. പിന്നെ സീബ്ര ലൈനിൽ ആൾക്കാർ വണ്ടി നിർത്തി തരും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കുറച്ച് കഴിയുമ്പം പറയാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെയൊക്കെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഗ്ലാസ്, പേപ്പർ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇടുക. അതായത് എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും അത് ഒരുമിച്ച് ഇടത്തില്ല. അത് ഈ റീസൈക്കിളിനൊക്കെ ഭയങ്കര എളുപ്പമാണ്, റീസൈക്കിൾ ചെയ്യാനൊക്കെ. നോക്ക്, എന്ത് മനോഹരമായ സ്റ്റേഷൻ. എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എന്ത് കളർഫുള്ളാണ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ബ്രസൽസ് എത്തിയിരിക്കുന്നു ഗൈസ്. പിന്നെ ഇവരെ പറ്റി പറഞ്ഞല്ലോ, ഇവർ നമ്മുടെ ട്രിപ്പിനിടയ്ക്ക് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, അതിലുള്ളതാണ് ഇവര്. ഖദീജ, ഒന്ന് അമിന. ഇതൊക്കെ തള്ളു. പിന്നെ ഇവരുടെ പേര് പറ. പ്രയുഗ്ന, അമീന, സാൻഡ്ര. ഓക്കെ, നിന്നെ ഖദീജ ആക്കിയടാ. ആരും അറിയുന്നില്ലല്ലോ. അപ്പം സുന്ദരനെ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. സുന്ദരൻ കഴിഞ്ഞ വ്ളോഗ് അറിയാം, കണ്ടിട്ടുണ്ട്. എല്ലാ വ്ളോഗിലും കൂടെ കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ല, വ്ളോഗിന്റെ ഐശ്വര്യം സുന്ദരൻ. ഇതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ടിക്കറ്റ്. ഇത് ഒരു 1 ഡേ പാസ് ആണ്. അപ്പം ഒരു ബ്രസൽ സിറ്റിക്കകത്തുള്ള എല്ലാ ട്രാമും ബസ്സും നമുക്കിത് വെച്ച് യൂസ് ചെയ്യാം. ഇതിൻ്റെത് €8.90. അതാണ് ഒരു ടിക്കറ്റ്, 1 ഡേ ടിക്കറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് അവസാനം ടിക്കറ്റും എടുത്ത് നമ്മുടെ ട്രെയിൻ അവസാനം എത്തി. ഇതാരുടെ? അലൻ ബാക്കറ. അങ്ങനെ ട്രെയിനിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. ഏത്? അത് ഓൾവേസ് വാഷ്റൂം ആയിരിക്കുമല്ലോ. ഇതെന്താ സെറ്റപ്പ്? നമ്മുടെ പഴയ മെട്രോ നാട്ടിലത്തേക്ക് ഒരു സെറ്റപ്പ്. ആ, നമ്മൾ ഒരു സ്റ്റേഷനിൽ നിന്ന് കയറുമ്പം മറ്റേ ഇത് വെച്ച് സ്കാൻ ചെയ്യുന്നു. അടുത്ത സ്റ്റേഷനിൽ വരുമ്പം അത് സ്കാൻ ചെയ്തിട്ട് തിരിച്ചിറങ്ങുന്നു. പഴയ ദുബായിലും കൊച്ചിയിലുമൊക്കെയുള്ള മെട്രോയിലൊക്കെയുള്ള അതേ സിസ്റ്റം തന്നെ ഇത്. അതെ, ദുബായ് വന്നിട്ടുണ്ടോ നേരത്തെ? ചെറുപ്പത്തിൽ വന്നു, കുഞ്ഞിലേ. ഫ്ലിക്സ് ബസ്സിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ചത് ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, സ്ട്രീറ്റിലൊന്നും ഒരു തിരക്കില്ലെന്ന്. ആണ്ട് ഇവിടെ കല്യാണം വരെയാണ് നടക്കുന്നത്. 1ഉം 2ഉം അല്ല, 5ഉം 6ഉം 7ഉം കല്യാണങ്ങളാണ് ഒരേ സമയം ഇവിടെ നടക്കുന്നത്. മെയിനായിട്ട് കല്യാണം, ഫോട്ടോഷൂട്ട്, അങ്ങനത്തെ പരിപാടികൾ, അതാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കപ്പിൾസിനെയൊക്കെ കണ്ടില്ലേ, ജസ്റ്റ് മാരീഡ്. എന്തോരം ആൾക്കാർ എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ കൺട്രീസിൽ നിന്നാണ്. നമുക്ക് എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റും. ഈ 2 വണ്ടി കിടക്കുന്നത് വേറൊന്നുമല്ല, ഇതൊക്കെ സിറ്റി ടൂറിൻ്റെ അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നു.
അതിൽ അത്യാവശ്യം ഈ സിറ്റിയിലൊക്കെ നമുക്കതിൽ കറങ്ങി അടിച്ച് നടക്കാം. നമുക്കൊരു വിൻറ്റേജ് വൈബ് കിട്ടും. അതാണ് മെയിൻലി ഇതിൻ്റെ ഒരു ഇത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ സിറ്റിയുടെ ഒരു സൗന്ദര്യം കൂടുതൽ, അതായത് ഓൾറെഡി അടിപൊളിയാണ്, ഇച്ചിരി കൂടി ഒരു ഇത് കൂട്ടുന്നു, ഭംഗി കൂട്ടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ബ്രസൽസിൻ്റെ കുറച്ച് ഹിസ്റ്ററി ആവാം. നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്സൊക്കെ 17-ാം നൂറ്റാണ്ടിൽ പണിഞ്ഞതാണ്. അതുപോലെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ വരുന്നതാണ് ഈ ബിൽഡിങ്സൊക്കെ. വളരെ മനോഹരമാണ് ഇതൊക്കെ 17-ാം നൂറ്റാണ്ടിൽ പണിഞ്ഞതെന്ന് പറയുമ്പം തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്കൊരു കാര്യം അറിയാമോ, ബ്രസൽസ് ഏത് വർഷമാണ് ഇത്രയും ഡെവലപ്ഡ് ആവാൻ തുടങ്ങിയത്? 10-ാം നൂറ്റാണ്ടിൽ. നിനക്ക് വേറൊരു കാര്യം അറിയാമോ? ഇത്രയൊക്കെ ബുദ്ധി എനിക്ക് ഒറ്റയ്ക്ക് കേൾക്കാൻ പറ്റില്ല. നിനക്ക് വേറൊരു കാര്യം നമ്മുടെ നീ ഇപ്പൊ നിൽക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഇല്ലേ, അതിന്റെ മെയിൻ സെന്ററിലാണ്. അതായത് ബ്രസൽസ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ മെയിൻ സെന്ററാണ്. അപ്പോൾ ആ സെൻറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം ഇപ്പം ഞങ്ങളോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ കൺട്രീസ് എങ്ങനെയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ കറൻലി ജർമ്മനി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉള്ളത് ഷെങ്കൻ വിസയാണ്. ഈ ഷെങ്കൻ വിസ വെച്ച് നമുക്ക് ഓൾമോസ്റ്റ് 27 കൺട്രീസ് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റും. അതിൽ വരുന്നതാണ് ഈ ബെൽജിയം. ആ 27 കൺട്രീസ് ഓഫ് ലിസ്റ്റിൽ വരുന്നതാണ് ബെൽജിയം. വേറെ കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ഡെൻമാർക്ക്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം യൂറോപ്യൻ യൂണിയൻ കൺട്രി വരുന്നതാണ്, ഷെങ്കൻ വിസയുടെ കൺട്രി വരുന്നതാണ്. അതുകൊണ്ട് വിസ എടുക്കാതെ മറ്റൊന്നിനും അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ വന്ന് ബെൽജിയവും ഇതുപോലത്തെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ബെൽജിയം വഫൽസ് എന്ന് പറയുന്നില്ലേ, ബെൽജിയം വഫൽസ് എന്ന് പറയുന്നത് ഒരു സ്നാക്കാണ് ഇവിടുത്തെ കേട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സ്നാക്കാണ്. കാണാൻ തന്നെ ഉള്ളല്ലേ, രസമുണ്ട്. എന്റെ കൂട്ടുകാർ കുറെ പേര് എന്നോട് പറഞ്ഞു അല്ലേ വഫൽസ് കഴിക്കണമെന്ന് സജസ്റ്റ് ചെയ്തു. ഭയങ്കര ക്രഞ്ചി. കൊള്ളാം. അങ്ങനെ നമ്മൾ പയ്യെ മനേക്കൻ ബിസിൻ്റെ അടുത്തെത്തി. മനേക്കൻ ബിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനേക്കൻ ബിസിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ നിൽക്കുന്ന പയ്യൻ കണ്ടില്ലേ, ഇതിന് പണ്ട് ഇവിടെ യുദ്ധം ഉണ്ടായ സമയത്ത് ഈ പയ്യൻ മൂത്രം ഒഴിച്ച് സ്ഫോടക വസ്തുക്കൾ കെടുത്തി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു സൂചകമായിട്ടാണ് ഈ സാധനം ഇവിടെ ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കുന്നത്. വളരെ ഫണ്ണിയായിട്ട് തോന്നും കാണുമ്പോൾ. ഹിന്ദി പാടി നിങ്ങൾ കേട്ടില്ലേ, പുള്ളി പാട്ട് പാടി. നമ്മൾ ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടി നടക്കുമ്പോഴേ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏതൊക്കെ രാജ്യത്തു നിന്നാണ് ആൾക്കാർ ഇവിടെ വരുന്നതെന്നൊക്കെ. അത്രത്തോളം ഈ സിറ്റി ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബിയർ പാർലറുകളും റെസ്റ്റോറൻറ്റുകൾ, ചോക്ലേറ്റ് ഷോപ്പുകൾ എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം ഈ സിറ്റിയിലുണ്ട്. ആൾക്കാരെല്ലാം സമ്മറും കൂടി ആയതുകൊണ്ട് എല്ലാവരും പുറത്താണിപ്പോൾ. എല്ലാവരും ട്രാവലിങ്ങിലാണ്, എല്ലാവരും എൻജോയ്മെൻറ്റിലാണ്. ഈ സ്ഥലം നോക്ക്, എന്ത് ഭംഗിയാണിത് കാണാൻ. പിന്നെ ഇതുവഴിയൊക്കെ നടക്കുമ്പം ഏറ്റവും കൂടുതൽ മനസ്സിൽ ചിന്തിക്കുന്നത്
സന്തോഷ് സ്റ്റോർ വളരെ പറഞ്ഞ സംഭവമാണ്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യൂറോപ്പ് കാണണമെന്ന് പറയുന്നത്. ശരിക്കും അവർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, ഇത് ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 17-ാം നൂറ്റാണ്ടിൽ തന്നെ പണിഞ്ഞാണിത്. പക്ഷേ ഇതൊക്കെ എന്ത് ഭംഗിയായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഓരോ കോർണറിലും റെസ്റ്റോറൻറ്റുകൾ, അല്ലാത്ത സുവനീർ ഷോപ്പുകൾ, ജ്വല്ലറി ഷോപ്പുകൾ, എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിനാണ് ഇവിടെ ഇത്രയും ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുന്നത്. ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇത്രയും ആൾക്കാർ ഇവിടെ വരില്ലല്ലോ. എല്ലാം ലോകത്തിൻ്റെ എല്ലാ കോർണറിൽ നിന്നുമാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ വന്നപ്പോൾ കൂടുതൽ കണ്ടത് മറ്റേ വഫൽസ് പോലെ മുമ്പേ നമ്മൾ കഴിച്ച പോലത്തെ ഫുഡാണ്. എനിക്ക് തോന്നുന്നു അവർ കൂടുതലായിട്ട് സ്നാക്സായിട്ട് കൂടുതലായിട്ട് കോഫിയുടെ ഒക്കെ കൂടെ കഴിക്കുന്ന ഈ വാഫിൾസ് തന്നെയാണ്. അങ്ങനെ സ്ട്രീറ്റിൽ ഓൾമോസ്റ്റ് ഒരു 5 to 10 കിലോമീറ്റേഴ്സ് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനായ അറ്റോമിയത്തിലേക്ക് പോവുകയാണ്. സിറ്റി ഫുള്ള് കണക്റ്റഡ് ആണ്, ലൈക്ക് എ മെട്രോ എന്ന് പറയാനാണെങ്കിൽ. നമുക്ക് ഏത് പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകണമെങ്കിലും എപ്പോഴും ട്രെയിനുകളും മെട്രോ അങ്ങനത്തെ സർവീസുകൾ, ട്രാം എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇത് കണ്ട സലീം കുമാർ തൊട്ടില്ലേ അല്ലേ? അത് ജഡേജ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു വീഡിയോയിൽ, ഇവിടെ ഓരോ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും ഇതുപോലെ ഓരോരോ ഡിസൈനാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അറ്റോമിക്കിലാണ് വന്നേക്കുന്നത്. ഇപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് എല്ലാം. നമുക്ക് ഇതാണ് ഹ്യൂമാനിറ്റി, എവല്യൂഷൻ എല്ലാം വേറൊരു രീതിയിലാണ് എല്ലാം നോട്ട് ചെയ്തേക്കുന്നത്. നിനക്ക് എന്തായാലും നീ അറ്റോമിയത്തിൽ വന്നാലേ നിനക്ക് അറ്റോമിയത്തിൻ്റെ ഹിസ്റ്ററി അറിയുന്നുണ്ട്. അറ്റോമിയ എന്ന് പറഞ്ഞാൽ 1958 പണിഞ്ഞതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അറ്റോമിയം. അതെന്തിനെ റെപ്രസെൻ്റ് ചെയ്താണെന്ന് അറിയാമോ? അത് മോഡേൺ ടെക്നോളജിയാണ്. അല്ല, മോഡേൺ ടെക്നോളജീസിനെ റെപ്രസെൻ്റ് ചെയ്തുള്ള സംഭവമാണ് കേട്ടോ. മോഡേൺ ടെക്നോളജീസ് 1958 ഇവിടെ എക്സ്പോ നടന്നായിരുന്നു. മറ്റേ ദുബായ് എക്സ്പോ ഇല്ലേ, അതുപോലത്തെ ഇവിടെ എക്സ്പോ എന്ന് പറയുന്നത് ഓരോ കൺട്രീസ് ഇങ്ങനെ നടക്കുന്നതാണ് കുറേ വർഷങ്ങൾ കൂടുമ്പം. അതുപോലെ പണ്ട് ബെൽജിയത്ത് നടന്നപ്പം ആ ഒരു മോഡേൺ ഒരു ടെക്നോളജിയെ സിംബലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആ അങ്ങനെ ഫൈനലി നമ്മൾ അറ്റോമിയത്തിൻ്റെ അടുത്തെത്തി. 1958 നിർമ്മിച്ച അറ്റോമിയം. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ, അടിപൊളി അല്ലേ? കൊള്ളാം. ഇതൊക്കെ എങ്ങനെ മനുഷ്യരുണ്ടാക്കിയെടുത്തെന്നാണ് എനിക്കറിയാത്തത്. എന്താ തോന്നുന്നു? ഇതെന്താ നീ ഇതിന്റെ കാര്യം എന്തോ പറഞ്ഞല്ലേ? ഇതിനകത്ത് ഓരോന്നും ഇതിനകത്ത് ഈ കാണുന്ന ഓരോ ഇതുപോലില്ലേ ജോയിൻ ചെയ്യുന്നത്, അതെല്ലാം ഓരോ എലിവേറ്റേഴ്സ് ആണ്. ഞാൻ ഇങ്ങനെ എവിടെ ഒരു അതായത് ചരിഞ്ഞു പോകുന്ന എലിവേറ്റേഴ്സോ? എലിവേറ്റേഴ്സ് ആണ്. ഓരോന്നും ഓരോ റെസ്റ്റോറന്റ് അങ്ങനെ ഓരോ സംഭവങ്ങളാണ്. ഓക്കെ, കണക്ട് ചെയ്ത ഓരോ ഇതുകളാണ്. അതായത് ഇതിനകത്തൊന്ന് അതിനകത്തൊന്ന് അങ്ങനെ ഓരോന്നല്ലേ. ഇങ്ങനെ ടോപ്പിലോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ ഭയങ്കര ക്യൂ ആണ് ടിക്കറ്റിൻ്റെ അവിടെ. അതുകൊണ്ടാണ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യട്ടെ. ടിക്കറ്റിന് ഭയങ്കര ക്യൂ അവിടെ, അതുകൊണ്ടാണ് ഞങ്ങൾ കയറാത്തത്. ഞാനിങ്ങനെ നടന്ന് ഇതിൻ്റെ തൊട്ടടുത്തെത്തി. ഇതിൻ്റെ ഹൈറ്റ് ഇപ്പം ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോഴാണ് ഏകദേശം 102 മീറ്ററാണ്.
നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3.5 മീറ്ററാണ്. ഇതുള്ളത് ഏകദേശം 102 മീറ്റർ. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇതിൻ്റെ ഹൈറ്റ് എത്രയും കാണുമോ. അങ്ങനെ അറ്റോമിയത്തിൽ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് വന്നു. ബെൽജിയം വന്നാൽ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഫുഡ് എന്തായാലും ട്രൈ ചെയ്യണ്ടേ. അങ്ങനെ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ വന്നു. ഇവിടുത്തെ മെനു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോണിൽ. ഇവിടെ ഈ മെനു നോക്കുന്നതാണ്ട് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഡീറ്റെയിൽസ് അങ്ങനെ കിട്ടും. എന്താണ് കുറേ സിറ്റിയൊക്കെ കറങ്ങി അടിച്ചിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. നമ്മൾ ഒരു സ്പാനിഷ് ബെൽജിയം അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ്. അങ്ങനെ ഫുഡൊക്കെ വന്ന് എല്ലാവരും കഴിച്ചോണ്ട് എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി അല്ലേ? എങ്ങനെയുണ്ട് മാത്ത കൃഷി? ഫുഡൊക്കെ വേറെ ലെവൽ, നൈസായിട്ടുണ്ട്. ഫ്രൈസ്, ചിക്കൻ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? എന്താ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? I like the fries. It's very different. നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ എന്താ പറയുക, ജർമ്മനിനെക്കാട്ടും നല്ലതാണ്. ആണല്ലേ? എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഞങ്ങൾ കഴിച്ച ചിക്കൻ വാട്ടർലൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ബെൽജിയം വരുമ്പോൾ ഇവിടുത്തെ ഫുഡ് അതെ അടിപൊളിയായിരുന്നു ഫുഡ്. ഇവിടെ വരുമ്പോൾ എന്തായാലും ഇവിടുത്തെ ഫുഡ് മസ്റ്റ് ട്രൈ ആണ്. എടുക്ക പോയി. സ്ട്രോബെറീസ് എന്താ ഇവിടെ കിട്ടാത്തേ? എല്ലാം കിട്ടും. ഇത് സ്ട്രോബെറി, അത് സ്ട്രോബെറി അല്ല. ഏതാ? അതോ? മാങ്ങ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി വാങ്ങിച്ചു. അതുകൊണ്ട് എല്ലാവരും എടുത്ത് കഴിച്ചോണ്ടിരിക്കും. സ്ട്രോബെറി എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? അപ്പൊ എന്നാ സ്ട്രോബെറി ഞാൻ കഴിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവസാനം ഇത് സെലക്ട് ചെയ്തു. പക്ഷെ ഇത് മാത്രം പറഞ്ഞ പോലെ ബാക്ക് കാണാൻ പറ്റത്തില്ലല്ലേ? ഫ്രണ്ട് ഓക്കെ ആണല്ലേ? സത്യം പറഞ്ഞാൽ ഈ കടയിലൊക്കെ വന്നപ്പോൾ എന്തോരം ടൈപ്പ് ചോക്ലേറ്റ്സ് ഉണ്ടെന്ന് അറിയുന്നല്ലേ? എന്തൊക്കെ ടൈപ്പ് ചോക്ലേറ്റ്സാ? ഞാൻ നടക്കാവോ? നീ നടക്കാവോ? എടി നീ പുള്ളിയുടെ ഫ്രണ്ട് കൂടെ ആണോ? നടക്ക് പുള്ളി എന്താ പൈസ കൊടുക്കണം. കണ്ണടച്ച് പെണ്ണിന് എപ്പോഴും ഹരം പൊന്ന് തന്നെ. ഇപ്പോൾ ഇവിടുത്തെ പോലീസുകാരാണ്. അവരുടെ പോസ്റ്റിംഗ് കണ്ടോ? നൈസ് അല്ലേ? എന്ത് രസമില്ലേ? നിനക്കെന്ത് തോന്നുന്നു? ഇത് ഇഷ്ടപ്പെട്ടോ? ആ, കൊള്ളത്തില്ല അല്ലേ? ശരിയാ, കൊള്ളത്തില്ല. അങ്ങനെ നമ്മൾ ബെൽജിയം ബ്രസൽസ് സിറ്റി ഫുള്ള് കറങ്ങി അടിച്ചിട്ട്
അവസാനം കുറച്ച് പീസ്ഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു പാർക്കിൽ വന്നു. ഇവിടെ വന്നപ്പം നിറച്ച ആൾക്കാരാണ് പാർക്കിൽ. പീസ്ഫുള്ളായിട്ടിരിക്കാൻ വന്നത്. പീസില്ല, പക്ഷെ നല്ല തുലിപ്സ് കണ്ടോ, എല്ലായിടത്തും അങ്ങനത്തെ പൂക്കളാണ് ഇവിടെ. ഗൈസ്, നിങ്ങൾ ഈ മരം നോക്കൂ. അതെന്തോ ഒരു പ്രത്യേകത. എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന പ്രത്യേകത എന്ന് താഴെ കമന്റ് ചെയ്യുക. പിന്നെ നമ്മള് അതെ, ഇന്നത്തെ നമ്മുടെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഫുൾ ഡേ ട്രിപ്പ് ഏകദേശം അവസാനിക്കാറായി. അതെ, കണ്ടില്ലേ? നിങ്ങളിത് കാണുക. നൈറ്റ് വേറൊരു വൈബാണ് ഇവിടെ കേട്ടോ. പക്ഷെ നമുക്ക് അധികം ടൈം കളയാനില്ല. നമുക്ക് 10 o'clock 10 മണിക്ക്, രാത്രി 10 മണിക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലിക്സ് ബസ് ഉണ്ട് നമുക്ക്. അപ്പം ഓൾമോസ്റ്റ് സമയം ഇപ്പം 9:30 ആയി. നമുക്ക് ബസ് കിട്ടണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ തിരിച്ചു പോകണം. അപ്പം ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പം ബാക്കി വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നീട് കാണാം, അടുത്ത വ്ലോഗിൽ കാണാം. അപ്പം അതെ, അപ്പം പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ, ബെല്ലൈക്കണൊന്ന് അമർത്തണ്ടേ? ബെല്ലൈക്കണൂടെ അമർത്തിക്കോളൂ. ഓക്കെ, അപ്പൊ ബൈ.